how to become successful in life, how to become successful in career, how to be a successful entrepreneur. ഇങ്ങനെയൊക്കെ ഒരു തവണയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാത്തവരായിട്ട് നമ്മളിൽ കുറവായിരിക്കും. സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മളുടെ എല്ലാം ഒരു ഡ്രീമാണ് അല്ലേ? പക്ഷേ എങ്ങനെ സക്സസ്ഫുൾ ആവണം എന്ന് പലർക്കും അറിയില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആവണം, കരിയർ, എഡ്യൂക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതിനു മുന്നേ ഒരു ചോദ്യം, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഫോർ എ സക്സസ്ഫുൾ പേഴ്സൺ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആക്ച്വലി ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത് അയാളുടെ ചില ബിഹേവിയേഴ്സ് ആണ്. അവർ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, കണ്ടിന്യൂസ് ലേണേഴ്സ് ആയിരിക്കും, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, അവർ ഡിസിപ്ലിൻഡ് ആയിരിക്കും. മോർ ഓവർ ചുറ്റുമുള്ള ആളുകളിൽ അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. നമ്മൾക്ക് ഒരാളെ പോലെ ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യലാണ്. അവർ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവയെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കലാണ്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുൾ എന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളുടെ മോർണിംഗ് ഹാബിറ്റ്സ് നമുക്കൊന്ന് നോക്കിയാലോ. Morning is an important time of day because how you spend your morning can often tell you what kind of day you are going to have. ഡാനിയൽ ഹാൻഡ്ലർ പറഞ്ഞതാണ്. Hello friends, it's me your brother and welcome back to another great episode. So habit number 10, early rising. എനിക്കറിയാം നിങ്ങളിത് കേട്ട് മടുത്തൊരു കാര്യമാണെന്ന്, ബട്ട് വി ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സസ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ സമയം കിട്ടുമെന്ന് മാത്രമല്ല, മറ്റാരും എഴുന്നേൽക്കാനായിട്ട് ചാൻസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്ത ഒരു ഫീൽ കൂടി നമുക്ക് ഉണ്ടാവുന്നു. അതുമൂലം ആ ഡേ മുഴുവനും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതേപോലെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ ലെവൽ കുറയുകയും സിംപ്ലി നമ്മുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും. ആപ്പിൾ CEO ആയ ടിം കുക്കിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെ 4:30 അദ്ദേഹം തൻ്റെ ഇമെയിലുകൾ ചെക്ക് ചെയ്യുന്നതും അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഈ സമയത്താണ്. ഇങ്ങനെ ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഹാബിറ്റ് നമ്പർ 9, എക്സസൈസ്. രാവിലെയുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് യോഗ പ്രാക്ടീസ് ചെയ്യലോ, നടത്തമോ, അതേപോലെയുള്ള സിമ്പിൾ മൂവ്മെൻറ്റ്സ് തുടങ്ങി ജിമ്മിൽ പോയിട്ടുള്ള ഫുൾ വർക്കൗട്ട് വരെയുള്ള എന്തുമാവാം. എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, മൂഡ് ഇമ്പ്രൂവ് ആവും, എനർജി ലെവൽസ് ബൂസ്റ്റ് ആവും, അങ്ങനെ തുടങ്ങി നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റി വരെ വർദ്ധിക്കും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ ഡെയിലി വർക്കൗട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എന്നാൽ അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് പ്ലാനിൽ കാർഡിയോയും വെയ്റ്റ് ട്രെയിനിങ്ങും ഉൾപ്പെട്ടിരുന്നു. ഈ റൂട്ടീൻ കൊണ്ടാണ് അദ്ദേഹത്തിന് മെൻ്റലി ഷാർപ്പായും ഫിസിക്കലി ഫിറ്റായും ഇരിക്കാനായിട്ട് സാധിച്ചത്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദെൻ കുക്കു FM ഈസ് ദി ബെസ്റ്റ് ചോയ്സ്. ഇതിൽ ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. ലൈക്ക് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ, ഗോവർദ്ധൻ്റെ യാത്രകൾ, KR മീരയുടെ ആരാച്ചാർ, അങ്ങനെ ഒരുപാട് ബുക്സ് ഇതിലുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആപ്പ് കൂടിയാണ് കുക്കു FM. ബിക്കോസ് നമ്മളുടെ മൂഡ് അനുസരിച്ചുള്ള ഓഡിയോ ബുക്സ് അതിലുണ്ടാവും. 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ ഇവരുടെ അവതരണവും ഭയങ്കര അടിപൊളിയാണ്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7-day ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FMൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനൊരു ഓഫർ കൊണ്ടുവരുന്നത്. സോ യൂസ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. ഹാബിറ്റ് നമ്പർ 8, പ്ലാനിങ് ആൻഡ് പ്രയോറിറ്റൈസിങ്. നമ്മളുടെ ഗോൾ റിവ്യൂ ചെയ്യാനും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനും ഓരോ ദിവസത്തെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാനും ഡെയിലി രാവിലെ കുറച്ച് സമയം മാറ്റിവെക്കുന്നത് നമ്മുടെ ദിവസത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും നമ്മളെ സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ടൈം മാനേജ് ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കാരണമാവും. അമേരിക്കൻ സയൻറ്റിസ്റ്റ്, പൊളിറ്റീഷ്യൻ, ബിസിനസ്മാൻ, ഫിലാന്ത്രോപ്പിസ്റ്റ്, ഇൻവെൻഡർ, അങ്ങനെ ഒട്ടേറെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഓരോ ദിവസവും പ്ലാൻ ചെയ്തിരുന്നത് വാട്ട് ഗുഡ് ഷാൾ ഐ ഡു ദിസ് ഡേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഹാബിറ്റ് നമ്പർ 7, കോൾഡ് ഷവേഴ്സ്. രാവിലെ ഉണർന്ന ഉടനെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഉന്മേഷം ലഭിക്കും. നമ്മുടെ ശരീരവും മനസ്സും ശരിക്കും ഉണരാനായിട്ട് രാവിലെയുള്ള കുളി ശരിക്കും ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ അലേർട്ട്നെസ്, മൂഡൊക്കെ ഇമ്പ്രൂവ് ആകാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും കോൾഡ് ഷവേഴ്സ് നമ്മളെ സഹായിക്കും. മോട്ടിവേഷൻ സ്പീക്കറായ ടോണി റോബിൻസ് തൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പൂളിൽ മുങ്ങിക്കൊണ്ടാണ്. നമ്മളെ ദിവസം കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജിയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഹാബിറ്റ് നമ്പർ 6,
വിഷ്വലൈസേഷൻ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഗോൾസ് അച്ചീവ് ചെയ്യുന്നതും സക്സസ്ഫുൾ ആകുന്നതെല്ലാം മനസ്സിൽ പിക്ചറിങ് ചെയ്യുന്നതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മളുടെ ഗോൾസ് നേടിയെടുക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് വിഷ്വലൈസേഷൻ. നമ്മൾ പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അർണോൾഡ് ഷ്വാസ്നഗറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കാലിഫോർണിയയുടെ ഗവർണറും ആക്ടറും മിസ്റ്റർ ഒളിമ്പിയ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തെ ഈ നിലയിലെല്ലാം എത്താനായിട്ട് സഹായിച്ചത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. അദ്ദേഹം തൻ്റെ ആക്ടിങ്ങിലെയും ബോഡി ബിൽഡിങ്ങിലെയും പൊളിറ്റിക്സിലെയും എല്ലാം സക്സസ് നേടിയെടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടായിരുന്നു. നമ്മളെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാനും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും എല്ലാം വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ഹാബിറ്റ് നമ്പർ 5, ജേർണലിംഗ്. സക്സസ്ഫുൾ ആയ ആളുകൾ ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ജേർണലിംഗ്. നമ്മളെ ചിന്തകൾ, ഗോൾസ്, പ്ലാൻസ്, റിഫ്ലക്ഷൻസ് എല്ലാം എഴുതി വയ്ക്കുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മളെ സെൽഫ് റിഫ്ലക്ഷൻ എൻഹാൻസ് ചെയ്യാനും ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കാനും എല്ലാം ജേർണലിംഗ് ബെസ്റ്റാണ്. ലോക പ്രശസ്ത ടെലിവിഷൻ ഹോസ്റ്റായ ഒപ്ര വിൻഫ്രി സ്ഥിരമായിട്ട് ജേർണലിംഗ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ജേർണലിംഗ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്സ് അവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. കീപ്പിംഗ് എ ജേർണൽ വിൽ ആബ്സല്യൂട്ട്ലി ചേഞ്ച് യുവർ ലൈഫ് ഇൻ വേസ് യു ഹാവ് നെവർ ഇമാജിൻഡ്. ഒപ്ര വിൻഫ്രി പറഞ്ഞതാണ്. രാവിലെ തന്നെ ജേർണൽ എഴുതുന്നത് വളരെ എഫക്റ്റീവ് ആൻഡ് ബെനിഫിഷ്യൽ ആണ്. ഹാബിറ്റ് നമ്പർ 4, മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ. ക്വയറ്റായി ഇരുന്ന് ഈ സെക്കൻഡിലേക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ. ഗൈഡഡ് പ്രാക്ടീസസിലൂടെയോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തോ ഒക്കെ മൈൻഡ്ഫുൾനെസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കോൺസെൻട്രേഷൻ, ഇമോഷണൽ ഹെൽത്ത്, സെൽഫ് അവെയർനെസ് എല്ലാം വർദ്ധിപ്പിക്കാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും മൈൻഡ്ഫുൾനെസ് വളരെ എഫക്റ്റീവാണ്. ആപ്പിളിൻ്റെ കോഫൗണ്ടറായ സ്റ്റീവ് ജോബ്സ് സെൻ ബുദ്ധിസത്തിലും മെഡിറ്റേഷനിലും വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മൈൻഡ്ഫുൾനെസ് സംയോജിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒരു മേജർ ടെക് കമ്പനി നടത്തുന്നതിനിടെ ഉണ്ടാവുന്ന പ്രഷർ മാനേജ് ചെയ്യാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും എല്ലാം ജോബ്സിനെ സഹായിച്ചത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. ഹാബിറ്റ് നമ്പർ 3, റീഡിങ്. സ്ഥിരമായിട്ട് വായിക്കുന്നത്, പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെ വായിക്കുന്നത് നമ്മുടെ മൈൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കാനുമെല്ലാം സഹായിക്കും. ബില്യണയർ ഇൻവെസ്റ്ററായ വാരൻ ബഫറ്റ് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വായിക്കാനായിട്ട് പ്രത്യേകം സമയം മാറ്റിവെക്കാറുണ്ട്. ന്യൂസ് പേപ്പർ, ഇൻഡസ്ട്രി റിപ്പോർട്ട്സ്, ബുക്സ് എന്നിവയൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഷാർപ്പായിട്ട് നിലനിർത്തുന്നത്. ഹാബിറ്റ് നമ്പർ 2, ഈറ്റിംഗ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഓൾമോസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ചിലർ ബ്രഞ്ചാണ് കഴിക്കാറ്. ഇതൊക്കെ പോരാ എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് പോരാ. നമുക്കൊരു ദിവസം മുഴുവൻ എനർജി നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ലഭിക്കുന്ന ഹെൽത്തിയായ ന്യൂട്രീഷ്യസ് ആയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മളുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും ബ്ലഡ് ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈവൻ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ പോലും ന്യൂട്രീഷ്യസ് ആയ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമാണ്. മൈക്രോസോഫ്റ്റിൻ്റെ കോഫൗണ്ടർ ബിൽ ഗേറ്റ്സ് പോലും സിമ്പിൾ എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാബിറ്റ് നമ്പർ 1, ലിമിറ്റിംഗ് ടെക്നോളജി. ഇന്നത്തെ കാലത്ത് മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ഹാബിറ്റാണിത്, ലിമിറ്റിംഗ് ടെക്നോളജി. രാവിലെ ഉണർന്ന ഉടനെ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങൾ ഭാവിയിൽ സക്സസ്ഫുൾ ആവുന്നതിനേക്കാൾ വലുതല്ലല്ലോ അത്. രാവിലെ തന്നെ ഫോൺ നോക്കുന്നത് നമ്മളുടെ ഫോക്കസ് ലെവല് വളരെയധികം കുറയ്ക്കാനായിട്ട് കാരണമാവും. സ്ട്രെസ്സ് കുറയ്ക്കാനും ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്നത് തടയാനും മൈൻഡ്ഫുൾ ആൻഡ് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു ദിവസം ലഭിക്കാനും രാവിലെ ഫോൺ എടുക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രം മതി. ട്വിറ്ററിൻ്റെ കോഫൗണ്ടറും മുൻ CEO ആയിരുന്ന ജാക്ക് ഡോഴ്സി ടെക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നിട്ട് കൂടി ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ ഉടനെ ഫോണോ PCയോ നോക്കുന്നതിന് പകരം മെഡിറ്റേഷൻ ചെയ്യുകയോ വർക്കൗട്ട് ചെയ്യുകയാണ് പതിവ്. അദ്ദേഹം തൻ്റെ ഡെയിലി സ്കെഡ്യൂളിൽ ഡിജിറ്റൽ ഡീടോക്സ് പീരിയഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഉടനീളം ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ പ്രാക്ടീസ് അദ്ദേഹത്തെ സഹായിക്കുന്നു. സോ ഫ്രണ്ട്സ്, സക്സസ്ഫുൾ ആയ ആളുകളുടെ 10 മോർണിംഗ് റിച്വൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇവയെല്ലാം നമുക്ക് അറിയുന്നതാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും ചെയ്യാനായിട്ട് പലരും ശ്രമിക്കാറില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഇമ്പാക്ട്സ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇനിയും എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്? ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ജേർണി ടു സക്സസ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.